നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കിടിലൻ ആശയത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ വാദിക്കുന്നു എന്നതിനെയെല്ലാം അടിമുടി മാറ്റിയ ഒരു ആശയത്തിന്റെ കഥ. അതെ, നമ്മൾ നേരെ പോകുന്നത് യുക്തിചിന്തയുടെ ആഴങ്ങളിലേക്കാണ്. നമുക്ക് ഈയൊരു ലളിതമായ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും കേൾക്കുന്ന ഒന്നാണ് വാദങ്ങൾ. വാർത്തയിലും സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴുമൊക്കെ. പക്ഷേ ഒരു വാദം കേൾക്കുമ്പോൾ ഇത് കൊള്ളാം, ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇത് വെറും തട്ടിപ്പാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട്: യുക്തിചിന്ത, അഥവാ ലോജിക്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ശരിക്കും ഈ യുക്തിചിന്ത എന്ന് പറയുന്നത്? ലോജിക് എന്ന വാക്ക് വന്നത് ലോഗോസ് എന്നൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ചിന്ത അല്ലെങ്കിൽ വാക്ക് എന്നൊക്കെയാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ശരിയായി ചിന്തിക്കുന്നതിനെയും തെറ്റായി ചിന്തിക്കുന്നതിനെയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു ടൂൾ കിറ്റാണിത്. ഇതൊരു തമാശയല്ല, കൃത്യമായ നിയമങ്ങളും രീതികളും ഒക്കെയുള്ള ഒരു ശാസ്ത്രം തന്നെയാണ്. ഇവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളത്. യുക്തിചിന്ത ഒരു നോർമേറ്റീവ് ശാസ്ത്രമാണ്. എന്താണിതിന്റെ അർത്ഥം? ഇപ്പോൾ സസ്യശാസ്ത്രം പോലെ ഒരു ചെടി എങ്ങനെയാണ് വളരുന്നത് എന്ന് വിവരിക്കുകയല്ല ലോജിക് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, ശരിയായി വാദിക്കാൻ നമ്മൾ പിന്തുടരേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതായത്, കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനേക്കാൾ എങ്ങനെയായിരിക്കണം എന്നതാണ് വിഷയം. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ എവിടുന്ന് വന്നു? ആരാണിതൊക്കെ കണ്ടുപിടിച്ചത്? അതിന് നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് ഊളിയിടണം. നേരെ പുരാതന ഗ്രീസിലേക്ക് പോകാം. ആ ചരിത്രത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന ഒരാളുണ്ട്, അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തെ വെറുതെയല്ല യുക്തിചിന്തയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. പാശ്ചാത്യ ലോകത്തെ ചിന്താരീതിക്ക് മുഴുവൻ അടിത്തറ പാകിയ മനുഷ്യനാണദ്ദേഹം. അരിസ്റ്റോട്ടലിന്റെ മാസ്റ്റർപീസാണ് ഓർഗാനോൺ എന്ന പുസ്തകം. അദ്ദേഹത്തിന്റെ രീതി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹം എല്ലാ മനുഷ്യരും എന്നൊരു ഗ്രൂപ്പിനെയും മർത്യരാണ് എന്ന മറ്റൊരു ഗ്രൂപ്പിനെയും എടുത്തു. എന്നിട്ട് അവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിശകലനം ചെയ്തു. ഈ രീതി ഉപയോഗിച്ചാണ് അദ്ദേഹം തന്റെ യുക്തിപരമായ നിയമങ്ങളുണ്ടാക്കിയത്. അരിസ്റ്റോട്ടിൽ തുടങ്ങിവെച്ചെങ്കിലും കഥ അവിടെ നിന്നില്ല. അദ്ദേഹത്തിന് ശേഷം വന്ന ക്രിസിപ്പിസിനെ പോലുള്ള ചിന്തകർ ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി. അവർ ഈ ഗ്രൂപ്പുകൾക്ക് പകരം മുഴുവൻ സെന്റൻസുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇത് യുക്തിചിന്തയുടെ വളർച്ചയിലെ ഒരു ചെറിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു. അരിസ്റ്റോട്ടിൽ കൊളുത്തിവിട്ട ആ തീപ്പൊരി നൂറ്റാണ്ടുകളിലൂടെ ഒരുപാട് കൈമറിഞ്ഞ് കൂടുതൽ ജ്വലിച്ചു. ഈ ടൈം ലൈൻ കണ്ടാൽ നിങ്ങൾക്ക് ആ യാത്രയുടെ ഒരു ഏകദേശ രൂപം കിട്ടും. അരിസ്റ്റോട്ടിലിന് ശേഷം ആ അറിവ് കെട്ടുപോകാതെ സൂക്ഷിച്ചത് അൽഫറാബിയെയും ഇബ്ന് സീനയും പോലുള്ള മിടുക്കന്മാരായ പണ്ഡിതന്മാരാണ്. പിന്നെ ലൈബ്നിസും ജോർജ് ബൂളുമൊക്കെ വന്നപ്പോൾ അവർ അതിനെ കണക്കുമായി ബന്ധിപ്പിച്ചു. ഒടുവിൽ വൈറ്റ്ഹെഡും റസ്സലും ചേർന്ന് അതിനെ ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ സിംബോളിക് ലോജിക്കിനെ അടിത്തറയിട്ടു. ഇതൊരു വെറും അടിക്കുറിപ്പല്ല കേട്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്രീക്ക് ചിന്തകൾ യൂറോപ്പിൽ ഏതാണ്ട് അപ്രത്യക്ഷമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് അത് സംരക്ഷിക്കുകയും അതിന് പുതിയ മാനങ്ങൾ നൽകുകയും ചെയ്തത് ഈ പണ്ഡിതന്മാരാണ്. അവരില്ലായിരുന്നെങ്കിൽ ഈ അറിവൊക്കെ ഒരുപക്ഷെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയേനെ. ഈ നീണ്ട യാത്രയുടെ ഫലമായി യുക്തിചിന്തയിൽ ഒരു വലിയ വിഭജനം തന്നെ ഉണ്ടായി. പണ്ട് അരിസ്റ്റോട്ടലിന്റെ കാലത്ത് വാക്കുകൾ വെച്ചായിരുന്നു കളിയെങ്കിൽ, പുതിയ രീതി വന്നപ്പോൾ കളി മുഴുവൻ ഗണിതത്തിന്റെ സിമ്പിൾസ് വെച്ചായി. വാക്കുകൾക്ക് പകരം കണക്കുപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചതൊരു വിപ്ലവം തന്നെയാണ്. കാരണം വാക്കുകൾ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്ര സങ്കീർണമായ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാൻ നമുക്ക് പറ്റി. ഈയൊരു മാറ്റമില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറുകളോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ശരി, ചരിത്രമൊക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് നമുക്കെന്താ ഉപയോഗം? നമ്മളിത് എങ്ങനെയാണ് നമ്മുടെ ചിന്തയിൽ പ്രയോഗിക്കുന്നത്? അതിന് പ്രധാനമായും 2 വഴികളുണ്ട്. ഡിഡക്ഷനും ഇൻഡക്ഷനുമാണ് ആ 2 വഴികൾ. ഓർക്കാൻ എളുപ്പമാണ്. ഡിഡക്ഷൻ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അതായത്, ഒരു വലിയ നിയമത്തിൽ നിന്ന് തുടങ്ങി ഒരു ചെറിയ കാര്യത്തിലെത്തുന്നു. ഇൻഡക്ഷൻ നേരെ തിരിച്ച് ബോട്ടം അപ്പ്, അതായത് കുറെ ചെറിയ കാര്യങ്ങൾ നിരീക്ഷിച്ച് ഒരു വലിയ നിഗമനത്തിൽ എത്തുന്നു. ഡിഡക്ഷന്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണിത്. എല്ലാ മനുഷ്യരും മർത്യരാണ് എന്നത് ഒരു പൊതുനിയമം. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ് എന്നത് ഒരു പ്രത്യേക വസ്തുത. ഈ 2 കാര്യങ്ങളും ശരിയാണെങ്കിൽ സോക്രട്ടീസ് മർത്യനാണ് എന്ന നിഗമനം 100% ഉറപ്പാണ്. അതിൽ ഒരു സംശയത്തിനും ഇടമില്ല. ഇനി ഇൻഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളൊരു അരയന്നത്തെ കണ്ടു, അത് വെളുത്തതാണ്. രണ്ടാമതൊന്നിനെ കണ്ടു, അതും വെളുത്തതാണ്. അങ്ങനെ കാണുന്ന 100 എണ്ണവും വെളുത്തതാണെങ്കിൽ നമ്മളൊരു നിഗമനത്തിലെത്തും, എല്ലാ അരയന്നങ്ങളും വെളുത്തതാണ് എന്ന്. പക്ഷെ ശ്രദ്ധിച്ചോ, അവസാനം ഒരു ആയിരിക്കാമുണ്ട്. കാരണം നാളെ നമ്മളൊരു കറുത്ത അരയന്നത്തെ കണ്ടാൽ ആ നിഗമനം പൊളിയും. ഇൻഡക്ഷൻ നമുക്ക് ഉറപ്പ് തരുന്നില്ല, ശക്തമായ സാധ്യതകളാണ് തരുന്നത്. ഇനി നമ്മൾ വരാൻ പോകുന്നത് ലോജിക്കിലെ ഏറ്റവും ട്രിക്കിയായ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയത്തിലേക്കാണ്.
പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന രണ്ട് വാക്കുകൾ: സത്യവും പ്രാമാണ്യവും. നിങ്ങൾ ഈയൊരു വാദം ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് സ്വയം ഒന്ന് ആലോചിക്കണം. ആദ്യത്തെ പ്രസ്താവന, എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയും. രണ്ടാമത്തെ പ്രസ്താവന, പെൻഗ്വിൻ ഒരു പക്ഷിയാണ്. അപ്പോ ഇതിൽ നിന്നുള്ള നിഗമനമെന്താണ്? അതിനാൽ പെൻഗ്വിനിന് പറക്കാൻ കഴിയും. ഇപ്പോ നിങ്ങൾ പറ, ഇതൊരു നല്ല വാദമാണോ അതോ ചീത്ത വാദമാണോ? നിഗമനം തെറ്റാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വാദത്തിന്റെ കാര്യമെന്താണ്? ഇതിന്റെ ഉത്തരം കിടക്കുന്നത് ഈ രണ്ട് വാക്കുകളിലാണ്: സത്യം, പിന്നെ പ്രാമാണ്യം അഥവാ വാലിഡിറ്റി. സത്യം എന്നത് ഒരു പ്രസ്താവനയുടെ ഉള്ളടക്കത്തെക്കുറിച്ചാണ്, അതിന്റെ കണ്ടന്റിനെക്കുറിച്ച്. അത് യഥാർത്ഥ ലോകവുമായി ചേരുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പക്ഷേ പ്രാമാണ്യം എന്നത് വാദത്തിന്റെ ഘടനയെക്കുറിച്ചാണ്, അതിന്റെ സ്ട്രക്ചറിനെക്കുറിച്ച്. അതായത് കൊടുത്ത പ്രസ്താവനകളിൽ നിന്ന് നിഗമനം കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം. നമുക്ക് ആ പെൻഗ്വിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം. എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയും എന്ന ആദ്യത്തെ വാചകം സത്യമാണോ? അല്ല, അത് തെറ്റാണ്, അസത്യമാണ്. പക്ഷേ ആ വാദത്തിന്റെ ഘടനയോ? അത് പെർഫെക്റ്റാണ്. ആ ആദ്യത്തെ വാചകം ശരിയാണെന്ന് നമ്മളൊരു നിമിഷത്തേക്കങ്ങ് സങ്കൽപ്പിച്ചാൽ പെൻഗ്വിന് പറക്കാൻ കഴിയും എന്ന നിഗമനം യുക്തിപരമായി ശരിയാണ്. അതുകൊണ്ട് ഈ വാദം വാലിഡാണ്, പക്ഷേ അതിന്റെ ഒരു ഭാഗം അസത്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: ഒരു നിഗമനം 100% ശരിയും വിശ്വസനീയവുമാകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വരണം. 1. അതിലെ പ്രസ്താവനകൾ സത്യമായിരിക്കണം. 2. അതിന്റെ ഘടന പ്രാമാണ്യമുള്ളതായിരിക്കണം, അതായത് വാലിഡായിരിക്കണം. ഇവ രണ്ടും ഒത്തുചേർന്നാൽ മാത്രമേ നമുക്ക് ശക്തമായ ശരിയായ ഒരു വാദം ലഭിക്കൂ. അപ്പോൾ യുക്തിചിന്തയുടെ അടിസ്ഥാനപരമായ ചില ടൂൾസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അരിസ്റ്റോട്ടിൽ തുടങ്ങി സത്യവും പ്രാമാണ്യവും വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി മുതൽ നിങ്ങൾ കേൾക്കുന്ന ഒരു വാദത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചിന്തകളെ തന്നെ നിങ്ങൾ എങ്ങനെയാകും വിലയിരുത്തുക? ഈ അറിവ് നിങ്ങളുടെ ചിന്തയെ എങ്ങനെ മാറ്റും? ഒന്നാലോചിച്ചു നോക്കൂ.